കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തീയ ജലസ്നാനം എന്ന ഈ സീരീസിലെ 4ാമത്തെ ക്ലാസ്സിലാണ് ഇന്ന് നാം ആയിരിക്കുന്നത്. 12 അതായത് 12 ശിഷ്യന്മാർക്ക് കൊടുത്ത ഗ്രേറ്റ് കമ്മീഷൻ അല്ലെങ്കിൽ മഹാനിയോഗം, അതിൽ പറഞ്ഞിരിക്കുന്ന സ്നാനം. ഇന്ന് ക്രിസ്ത്യാനിയെ ഈ ജലസ്നാനം എന്ന വിഷയത്തിൽ ഏറ്റവും ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു വിഷയമാണ് 12 സ്നാനവും അവർക്ക് ലഭിച്ചിരിക്കുന്ന ഗ്രേറ്റ് കമ്മീഷനും. അതിൻ പ്രകാരം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ പറയുന്നത്, അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ ആ വാക്യം പെട്ടെന്നൊന്ന് ഫ്ലാഷ് ചെയ്യാം. ഇവിടെ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ പറയുകയാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇവിടെ കർത്താവ് അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു മഹാനിയോഗം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്രേറ്റ് കമ്മീഷൻ. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നതോടെ ആ വാക്യം കൂടെ ഒന്ന് പ്രൊജക്ട് ചെയ്തോട്ടെ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഇവിടെ ഇതിനൊരു രണ്ടാമതൊരു ചോദ്യമില്ലാത്തവണ്ണം അലംഘനീയമായ കൽപ്പനയാണ്. കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു കൽപ്പനയാണ്, നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ഇവിടെ ദൈവം ഈ ഒരു കൽപ്പന അവർക്ക് കൊടുത്തത് വളരെ വാസ്തവമാണ്. സ്നാനത്തിന്റെ കൽപ്പന അലംഘനീയമായ കൽപ്പനയാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വലിയ സംഭവം, ഒരു പ്രധാന കാര്യം നമ്മൾ വിട്ടുപോയിരിക്കുക. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ബൈ ലുക്കിംഗ് അറ്റ് ദ ട്രീ യു ഹാവ് കംപ്ലീറ്റ്ലി മിസ് ദ ഫോറസ്റ്റ്. അതായത് നമ്മളൊരു ഫോറസ്റ്റ്, ഒരു വനത്തിന്റെ മുന്നിലുള്ള റോഡിൽ കൂടി പോവുകയായിരുന്നു. അതിന്റെ ആ വനത്തിന്റെ മുൻഭാഗത്ത് നിന്നിരുന്ന ഒരു വലിയ മരം, ഒരു വിചിത്രമായ മരത്തെ നമ്മൾ നോക്കി നിന്നിരുന്നത് കാരണം അതിന്റെ ബാക്കിലുണ്ടായിരുന്ന ആ ഫോറസ്റ്റ് മുഴുവനും നമ്മൾ മിസ്സായിപ്പോയി. അതൊന്നും നമുക്ക് കാണാനേ കഴിഞ്ഞില്ല, അതിന്റെ ബാക്കിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളത്. ആ ട്രീയിൽ മാത്രം നമ്മൾ നോക്കി, അത് മാത്രം കണ്ട് അങ്ങനെ പോകാനായിട്ട് ഇടയായത് കാരണം യു ഹാവ് കംപ്ലീറ്റ്ലി മിസ് ദ ഫോറസ്റ്റ് എന്ന് പറഞ്ഞതുപോലെ ഈ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഉപദേശം കിട്ടി. അതിൽ ജലസ്നാനം എന്ന് പറയുന്ന ഒരു ഉപദേശം ഉള്ളതിനാൽ ആ ജലസ്നാനത്തിൽ അങ്ങനെ പിടിച്ചു തൂങ്ങി നിന്നത് കാരണം ഈ ഗ്രേറ്റ് കമ്മീഷൻ എന്താണ്, ആർക്ക് കൊടുത്തതാണ്, എന്തിനു കൊടുത്തതാണ്, എന്താണ് അതിന്റെ പർപ്പസ്, ഈ വിഷയം മുഴുവനും കംപ്ലീറ്റ്ലി ക്രിസ്ത്യന്റെ മിസ്സായി പോയിരിക്കുക. ഇവിടെ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ വായിച്ച് കേൾപ്പിച്ച പിതാവിന്റെയും, അതുകൊണ്ട് പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഇതെല്ലാം വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. മർക്കോസിന്റെ സുവിശേഷം 16-16 പറയുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. ഇതെല്ലാം ദൈവം യഹൂദന് കൊടുത്തിരുന്ന പദ്ധതിയും അവരോട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നവരെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാനായിട്ട് അവരെ ഏൽപ്പിച്ചിരുന്ന ദൈവിക അരുളപ്പാടുകളും ദൈവിക കൽപ്പനയുമാണ്. ഇതിലൊന്നും യാതൊരു സംശയമുള്ള വിഷയമല്ല. എന്നാൽ ഇത് ആർക്ക് കൊടുത്തിരിക്കുന്നു, എന്തിനു കൊടുത്തു, അതിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളത് ഇന്ന് ക്രിസ്ത്യാനിറ്റിക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യൻറ്റത്തിന് അറിയാതെ നമ്മൾ ബ്ലൈൻഡ്ലി അതിൽ നിന്ന് സ്നാനം അങ്ങനെ ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കൊടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് ലോകത്തിൽ വന്നതിന്റെ ഒരു പർപ്പസ് തന്നെ അവരോട് ആ സ്വർഗ രാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുവാനാണ്. പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന്. മനസ്സിലായോ? കർത്താവ് ഈ ലോകത്തിൽ വന്നത് ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിലേക്കാണ്. അവരോട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ പ്രസംഗിക്കാനാണ്. കാര്യം അവർ യാക്കോബിന്റെ കഷ്ടം എന്ന് പറയുന്ന അടുത്ത ഒരു ടൈം പീരീഡിലേക്ക് കടക്കാൻ പോവുക. അതിനുശേഷം അവർ സ്വർഗരാജ്യം എന്ന വാഗ്ദത്ത പദ്ധതിയിലേക്ക് കടക്കാൻ പോവുകയാണ്. കർത്താവ് രാജാതി രാജാവായിട്ട് വരാൻ പോവുകയാണ്. പുതിയ നിയമം അവർക്ക് കൊടുക്കുക, ആ പുതിയ നിയമം പ്രാബല്യത്തിലാകാൻ പോവുക. കർത്താവ് ഇവിടെ നിന്നും സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം പെന്തക്കോസ്ത് നാളിൽ ആ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. ഇനി എന്താണ് പുതിയ നിയമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അതിനെക്കുറിച്ച് ഒരു ക്ലാസ് കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ബൈബിൾ ക്ലാസ് 132ാമത്തെ ബൈബിൾ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഓൾഡ് കവണന്റ് എന്താണ്, ഓൾഡ് ടെസ്റ്റമെന്റ് എന്താണ്, ന്യൂ കവണന്റ് എന്താണ്, ന്യൂ ടെസ്റ്റമെന്റ് എന്താണ്, ഇതെല്ലാം വളരെ ഒരു ക്ലാസ് മാതിരി ഞാൻ അതിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ക്ലാസ് എടുത്തിട്ടുണ്ട്. കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ തന്നെ ബൈബിൾ ക്ലാസ് 132ാമത്തെ ബൈബിൾ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ന്യൂ ടെസ്റ്റമെന്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ കർത്താവ് ആ ന്യൂ ടെസ്റ്റമെന്റ് അവർക്ക് കൊടുക്കുകയും
ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതീയ ദേശത്തും പോയി ചിതറിക്കിടക്കുന്ന യഹൂദനെ എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന് പറയുന്ന ഒരു കൽപ്പനയാണ് ഈ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായി ദൈവം അവർക്ക് കൊടുത്ത അലംഘനീയമായ കൽപ്പനയാണ് ഈ സ്നാനത്തിന്റെ ഉപദേശം. പഴയ നിയമം കൊടുത്ത അതേ ജനത്തിന് തന്നെയാണ് ദൈവം പുതിയ നിയമം കൊടുക്കുന്നത്. ജാതികളായ എനിക്ക് നിങ്ങൾക്കും ദൈവം ഒരു നിയമവും തന്നിട്ടില്ല. ഒരു നിയമത്തിലുമല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നാം ഒരു ഈ നിയമം ചെയ്യാനും യോഗ്യതയുള്ളവരായിരുന്നില്ല. കർത്താവിന്റെ കരുണയാൽ, കർത്താവിന്റെ കൃപയാൽ, ആ കാൽവറിയിലെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടവരാണ്. നമ്മള് പുതിയ നിയമത്തിലോ പഴയ നിയമത്തിലോ ആ നിയമം പാലിച്ച് രക്ഷിക്കപ്പെട്ട ജനമല്ല. ആ നിയമമൊക്കെ കൊടുത്തിരിക്കുന്നത് യഹൂദനാണ്. അത് യഹൂദിയ പദ്ധതിയാണ്. ഈ പദ്ധതികൾ ഒന്നും തന്നെ ഒരു ജാതീയനുമായിട്ടും ദൈവം ചെയ്തതല്ല. അഥവാ എന്താ പറയുന്നത്, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമല്ല ഈ ഗ്രേറ്റ് കമ്മീഷൻ. ഞാൻ മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാകും. എന്നെ നിങ്ങളുടെ ആ ഒരു ക്രിട്ടിക്കൽ മെന്റാലിറ്റി വെച്ചിട്ട്, പഠിച്ചു വെച്ചിരിക്കുന്നതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്, പ്രിജുഡീസ് ഇല്ലാതെ, അതായത് തീരുമാനങ്ങളില്ലാതെ, മുൻവിധികളില്ലാതെ ഈ വിഷയത്തെ ശ്രദ്ധിക്കുവാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. ഇവിടെ ഒരു ജാതിയനും രക്ഷിക്കപ്പെടുന്ന കാര്യം കർത്താവ് പറഞ്ഞിട്ടില്ല. ബൈ ചാൻസ് ഒരു ജാതിയൻ ഈ റൂട്ടിൽ കൂടി രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അവൻ ജൂവിഷ് പ്രോസലൈറ്റ് ആയിട്ട് മാറണം. അതായത് യഹൂദ മതാനുസാരിയായി മാറണം. അതൊരു വലിയ ചടങ്ങാണ്. അതിന് സർക്കംസിഷനും അതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ, 10 കൽപ്പനയും പൗരോഹിത്യവും പതാരവും ഒക്കെ ആയിട്ട് ഒത്തിരി കൽപ്പനകളും കാര്യങ്ങളും ഒക്കെ അവർ പാലിക്കണം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ യഹൂദ മതാനുസാരിയായിട്ട് ജാതികൾക്ക് മാറുവാൻ കഴിയും. ഒരു ചുരുക്കം പേരൊക്കെ ആ രീതിയിൽ യഹൂദ മതാനുസാരിയായി തീർന്നിട്ടുള്ളവരുമുണ്ട്. ജന്മം കൊണ്ട് യഹൂദനായി പിറന്നവനുണ്ട്. ജാതിയായിരുന്നവൻ യഹൂദ മതം സ്വീകരിച്ചവനുണ്ട്. അത് വളരെ ചുരുക്കമാണ്. 1000 പേരെ എടുത്തു കഴിഞ്ഞാൽ 10 പേര് കാണും, അത്രേ ഉള്ളൂ. അതാണ് യഹൂദ മതാനുസാരി എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ജാതിയനും ഈ വിഷയത്തിലില്ല. ഒരു ജാതിയനും കൊടുത്തിരിക്കുന്ന ഉപദേശവുമല്ല ഇത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ പെട്ടെന്നൊന്ന് കാണിച്ച ആ വിഷയത്തിൽ നിങ്ങളുടെ ആ മെമ്മറി ഒന്നുകൂടെ റിഫ്രഷ് ചെയ്ത ഈ വിഷയം പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. ഇവിടെ കർത്താവ് തന്നെ 12 ശിഷ്യന്മാരെ അയക്കുന്ന ഒരു ഇൻസ്റ്റൻസ് ആയി കാണുന്നത്. ഇവിടെ പറയുകയാണ്, ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവേൻ. ഇവിടെ പറയുന്നത് ജാതികളുടെ പട്ടണത്തിൽ കടക്കരുത്, അതായത് ജാതികളുടെ അടുക്കൽ പോകരുത്. ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും. 2 പ്രത്യേക കാര്യങ്ങൾ. ഇതിനകത്തിൽ നിന്ന് കുറേ നേരം ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടിച്ചങ്ങ് വിടുക. ജാതികളുടെ അടുക്കൽ പോവുകയെ ചെയ്യരുത്. കാര്യം അവർക്കുള്ള വിളി അല്ല ഇത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാതികൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ജനമാണ്. അവർ അശേരായെയും അർത്തമീസിനെയും ബാൽ വിഗ്രഹങ്ങളും ഒക്കെ ആരാധിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവം അറയ്ക്കുന്നവരെന്നും ദൈവം വെറുക്കുന്നവരെന്നും പറഞ്ഞിരിക്കുന്നതും ദൈവം വേർപാടിന്റെ നടിച്ചുവർ കേട്ട് ഇസ്രായേലിനെ വേർതിരിച്ചിരിക്കുന്ന ജാതീയ ജനമാണ്. അവരുടെ ഇടയിൽ പോയി പറയുന്ന സുവിശേഷമല്ല ഇത്. എന്നാൽ ഇസ്രായേൽ ഗ്രഹത്തിലേക്ക് കാണാതെ പോയ ആടുകളുടെ അരികിലേക്ക് അല്ലാതെ അയച്ചിട്ടില്ല. ഇവിടെ കർത്താവ് പറയുന്നത് കണ്ടല്ലോ, ജാതികളുടെ അടുക്കൽ പോകരുത്. അടുത്തത് പറയുന്നത് ശമര്യരുടെ പട്ടണത്തിൽ കടക്കരുത്. ശമര്യ എന്ന് പറയുന്നത് ഇസ്രായേലാ. അതായത് താഴത്തെ ഹൗസ് ഓഫ് ജൂഡ, ഹൗസ് ഓഫ് ഇസ്രായേൽ. അതിലെ ഹൗസ് ഓഫ് ഇസ്രായേലിനെയാണ് അസീറിയൻ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോയത്. അസീറിയയിൽ നിന്നുള്ള ജാതികളെ കൊണ്ടുവന്നിട്ട് ഈ ഇസ്രായേൽ, അതായത് ഈ ശമര്യയിലെ പ്രധാന സിറ്റികളിലെല്ലാം താമസിപ്പിച്ചിരിക്കുക. സവർവെയിം, കൂദ, ഹവ്വ എന്നൊക്കെ പറയുന്ന ജാതീയ ജനങ്ങളാ. അവരെ അസീറിയയിൽ നിന്നും പിടിച്ചുകൊണ്ട് വന്നവര് ഇവിടെ താമസിപ്പിച്ചിരിക്കുക. അവരുടെ പട്ടണങ്ങൾ മുഴുവൻ ഈ ജാതികൾ നിറഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ജാതികളുടെ അടുക്കൽ പോകരുത്, ശമര്യരുടെ പട്ടണത്തിൽ കടക്കരുത്. ഡു നോട്ട് ഗോ ടു ദ സിറ്റീസ് ഓഫ് ശമരിയൻസ്. അവരുടെ പട്ടണത്തിൽ കടക്കരുതെന്ന് പറയുന്നത് അർത്ഥാൽ ജാതികളുടെ അടുത്ത് പോവുകയെ ചെയ്യരുതെന്ന് കർത്താവ് സ്ട്രിക്റ്റ് ആയിട്ട് കൊടുക്കുന്ന വാണിംഗ്. ഇത് മത്തായിയുടെ സുവിശേഷത്തിലായി പറയുന്നത്. അതിനുശേഷം ജാതികളുടെ അടുക്കൽ പോയി സുവിശേഷം അറിയിക്കാൻ പറഞ്ഞു എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ്. അതല്ല ദൈവിക പദ്ധതി എന്ന് പറയുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാതികൾ ദൈവത്തോട് അടുക്കാൻ കഴിയത്തില്ല. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം പെട്ടെന്ന് ഇതിനോടുള്ള ബന്ധത്തിൽ ഞാനൊന്ന് കാണിച്ചോട്ടെ. നമ്മുടെ സ്ഥിതി ഇതാ, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ, അത് ജാതികളാണ്. എഫെസോസിലെ സഭയോടാ പറയുന്നത്. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും.
വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. ഇതാണ് നമ്മുടെ സ്ഥിതി. അതുകൊണ്ട് ഇങ്ങനൊരു പാർട്ടി എടുക്കൽ പോയി സുവിശേഷം പറയാൻ അല്ല ദൈവം അയക്കുന്നത്. കാര്യം അവർക്ക് ഇസ്രായേൽ പൗരതയോട് ഒരു സംബന്ധമില്ല. കണ്ടില്ലേ, ഒരു സംബന്ധമില്ല. നിങ്ങൾ ഇസ്രായേലിന്റെ ഭാഗമല്ല. അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് നിങ്ങൾ അന്യരും പ്രത്യാശയില്ലാത്തവർ. യു ഹാവ് അബ്സല്യൂട്ട്ലി സീറോ കണക്ഷൻ വിത്ത് ദം. അവിടെ നിങ്ങളോട് സുവിശേഷം അറിയിക്കാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ് ആണ്. ഇവിടെ ഒരു ജാതിയെയും രക്ഷിക്കുന്ന കാര്യം കർത്താവ് പറഞ്ഞിട്ടില്ല. അവന് മോശയിക ന്യായപ്രമാണം ലംഘിച്ചത് കാരണം, അതായത് ഈ ഇസ്രായേൽ ജനത്തിന് ദൈവം കൽപ്പനകളും പ്രമാണങ്ങളും കൊടുത്ത് അവരെ കനാൻ ദേശത്താക്കുക. നിങ്ങൾ ഈ കൽപ്പനകൾ അനുസരിക്കണം, ഇത് പാലിക്കണം. ഇത് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ലോകത്തിന്റെ സകല ദേശത്തും ഭൂമിയിലെ പൊടി പോലെ നിങ്ങളെ ചിതറിച്ച് കളയും എന്ന് ദൈവം മോശയിൽ കൂടെ അവരോട് പറഞ്ഞിരിക്കുക. ലെറ്റ് മീ ഷോ യു ദാറ്റ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം പെട്ടെന്ന് കാണിക്കാം. 28-ാം അധ്യായം, ആവർത്തന പുസ്തകം 28-ാം അധ്യായം. ഇവർ കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളുമാണ്. നിങ്ങളെ വീട്ടിൽ അനുഗ്രഹിക്കുന്നതിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ നിന്നെ ഞാൻ, കണ്ടില്ലയോ, ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് ശ്രദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, നീ വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. ഇതെല്ലാം പറഞ്ഞതാ. എന്താണെന്നറിയ കാര്യം, നീ കൽപ്പന അനുസരിക്കണം. ബൈ ചാൻസ് നീ അനുസരിച്ചില്ലെങ്കിലോ അതിന്റെ 15-ാമത്തെ വാക്യം നോക്കൂ. അവിടെ പറയേ, എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ, ബൈ ചാൻസ് ഇഫ് യു ആർ നോട്ട് ഫോളോവിങ് ദ ലോ, ഈ ശാപമൊക്കെ നിനക്ക് ഭവിക്കും. പിന്നെ അതിനുശേഷം ശാപങ്ങളുടെ ഒരു ലിസ്റ്റാ പറയുന്നത്. പട്ടണത്തിൽ നീ ശപിക്കപ്പെട്ടിരിക്കും, വയലിൽ നീ ശപിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ വായിച്ചു, നിങ്ങൾക്ക് കാണാം. ഇതിന്റെ 36-ാമത്തെ വാക്യം ഒന്ന് കാണിക്കാം. താപ്പോട്ട് മുഴുവൻ ഇതാ പറയുന്നത്. 36 കണ്ടില്ലയോ, യഹോവ നിന്നെയും നീ നിന്റെ മേലാക്കിയ രാജാവിനെയും നീ ആകട്ടെ നിന്റെ പിതാക്കന്മാരാകട്ടെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ജാതിയുടെ അടുക്കൽ പോകുമാറാക്കും. അവിടെ നീ മരവും കല്ലുമായ ദൈവങ്ങളെ സേവിക്കും. ഇതാണ് നിങ്ങളുടെ അവസ്ഥ. നിങ്ങള് ഇതുപോലെ പോയി മരവും കല്ലും ഒക്കെ സേവിക്കുന്ന രീതിയിൽ നിങ്ങളെ ഞാൻ ഓടിച്ചു വിടുമെന്ന് പറയാം. കാര്യം എന്താണെന്നറിയാമോ, നിങ്ങൾ ദൈവിക കൽപ്പന ലംഘിച്ചു. അടുത്ത ഒരു വാക്യം കൂടെ കാണിച്ചിട്ട് ഞാൻ അവിടുന്ന് മാറാം. 64-ാമത്തെ വാക്യം, അതേ അധ്യായം തന്നെയാണ്. അതിന്റെ 64-ാമത്തെ വാക്യത്തിൽ പറയും, യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവ്വജാതികളുടെ ഇടയിൽ ചിതറിക്കും. അവിടെ നീ നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്തവയായി മരവും കല്ലും കൊണ്ടുള്ള അന്യ ദൈവങ്ങളെ നിങ്ങൾ സേവിക്കും. ഇങ്ങനെ ഇവർ ഉലകം മുഴുവനും ചിതറിപ്പോയിരിക്കുക. നിങ്ങൾ കൽപ്പനകൾ മോശയിൽ കൂടെ ദൈവം കൊടുത്ത പ്രമാണം അനുസരിക്കാഞ്ഞാൽ നിങ്ങളെ ഞാൻ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചിതറിക്കുമെന്ന് ദൈവം പറഞ്ഞിരിക്കുക. മൊസൈക്ക് കവണന്റ് ആയത്. അതിൻ പ്രകാരം അവരെ ഓടിച്ചു വിട്ടിരിക്കുക. ഓടിച്ചു വിട്ടിരുന്നെങ്കിലും അവർക്കെല്ലാം അബ്രഹാമിന്റെ സന്തതിക്കുള്ള അനുഗ്രഹമാണ്. അവരോടെല്ലാം പോയി ഈ സുവിശേഷം പറയണം. ഈ സുവിശേഷം അവരെ അറിയിക്കുക എന്നുള്ളൊരു ഭയങ്കര ദൈവിക കൽപ്പനയാണ്. ആ കൽപ്പനയാ ദൈവം ഇവർക്ക് അലംഘനീയമായ കൽപ്പനയായിട്ടും ഗ്രേറ്റ് കമ്മീഷൻ മഹാനിയോഗമായിട്ടും ഇവരെ ഏൽപ്പിക്കുന്നത്. പോയി അവരോടെല്ലാം സുവിശേഷം അറിയിക്കണം. അവരെവിടാ ഉള്ളത്? ഇസ്രായേൽ എന്നല്ല, ഉലകം മുഴുവനും. ഞാൻ ആ മാപ്പ് ഇപ്പോൾ ഒന്ന് കാണിക്കേണ്ട, പക്ഷെ ഞാൻ അത് എടുത്തിട്ടില്ലാത്തത് കൊണ്ട് let me try that if I can get that map quickly. Yeah, here it is. See, ഇവിടെ നോക്കിക്കേ, ഇത് കണ്ടില്ലേ, ഇസ്രായേൽ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു ചെറിയ രാജ്യമാണ്. ഇവിടെയുള്ള ഒരു ചെറിയ രാജ്യമാണ്. ഇതാണ് ഈ ജെറുസലേം. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യമാണ്. അവർ ഈ ലോകം മുഴുവനും, സീദോനും സോർ എന്നൊക്കെ പറയുന്ന ഇന്നത്തെ ലെബനോന, സിറിയ മുഴുവനും യഹൂദന്മാരാ. പൗലോസ് അപ്പോസ്തലൻ ജനിച്ചത് തന്നെ കിലിക്കിയയില. ഇത് ടർക്കിയ, ബിദുന്യ, പൊന്തോസ്, ഗലാത്തിയ, കണ്ടില്ലയോ, കപ്പദോക്കിയ. ഇതെല്ലാം യഹൂദന്മാർ ചിതറിപ്പാർക്കുന്ന സ്ഥലമാണ്. ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിന് 10 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സിനഗോഗ് സ്ഥാപിക്കാൻ പറ്റും. ഇവിടെ മുഴുവനും ചിതറിക്കിടക്കുക. ഈ വെളിപ്പാട് പുസ്തകത്തിലെ സഭ കണ്ടില്ലേ, 7 സഭകൾ ഇതാ: എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലാദൽഫിയ, ലവോദിക്കിയ. കണ്ടില്ലേ, ഈ 7 സഭകളാണ്. അതുപോലെ ടർക്കി മുഴുവൻ അവരാ. ഇപ്പുറത്ത് കയറി കഴിഞ്ഞാൽ മാസിഡോണിയ. പൗലോസിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് ഇവിടെ യഹൂദന്മാരാ. ഫിലിപ്പിയയിലും അംബിപൊലീസിലും അപ്പല്ലോനിയയിലും തെസ്ലോനിക്കയിലും എല്ലാം ഉപദ്രവിക്കുന്ന യഹൂദന്മാരാ. ഇവിടെ കൊരിന്തിൽ വന്നു കഴിഞ്ഞാൽ യഹൂദന്മാരുടെ ബഹളമാണ്. അഥേനയിൽ അവരാണ് പോളിനെതിരായിട്ട് തിരിഞ്ഞത്. റോമിൽ വന്നു കഴിഞ്ഞാൽ അവരാണ്. ഉലകം മുഴുവൻ അവർ ചിതറിക്കിടക്കുക. ആഫ്രിക്കൻ കോണ്ടിനെന്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരാണ്. ഇങ്ങേ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ മുഴുവനും അവര് ബ്രാഹ്മിൻസിനെക്കാട്ടിൽ കൂടുതൽ യഹൂദന്മാർ ചിതറിപ്പാർക്കുക. ഇവര് ഒന്നും ആക്സിഡന്റലി ചിതറിപ്പോയതല്ല. ദൈവിക കൽപ്പന പ്രകാരം അവർ പ്രമാണം ലംഘിച്ചത് കാരണം ദൈവം ചിതറിച്ചിരിക്കുക. അത് AD 70 വല്ല
ഇത് വർഷങ്ങളായിട്ട് ഈ BC ബിഫോർ ക്രൈസ്റ്റ്, BC 700 അന്ന് അസീറിയൻ പ്രവാസത്തിലേക്ക് അവരെ പിടിച്ചുകൊണ്ട് പോയ കാലം മുതൽ അവർ ഉലകം മുഴുവനും ചിതറിപ്പോയിരിക്കുക. ഈ പോയവരോടെല്ലാം ഈ സുവിശേഷം അറിയിക്കണം. ഈ ഒരു മഹാദൗത്യമാണ് ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനാണ് 12 ശിഷ്യന്മാരോട് പറഞ്ഞ്, നിങ്ങൾ സകല പുറപ്പെട്ട പിതാവിന്റെയും പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട്. അത് അവരോട് പറഞ്ഞ കാര്യമാണ്. ജാതികളായിട്ട് അർത്തമീസിനെയും ബാലിനെയും ആരാധിച്ച് നിൽക്കുന്ന, അമ്പലത്തിൽ മണിയും അടിച്ച് നിൽക്കുന്ന നിങ്ങളോട് പറഞ്ഞ കാര്യമല്ല. എന്താണ്, ആരോടാണ് പറഞ്ഞത്, എന്തിനാണ് ആ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാകാതെ നാം കയറി ഏറ്റെടുത്തിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്ത്രപരമായിട്ട് നടന്നിരിക്കുന്ന കാര്യം. നമ്മുടെ സുവിശേഷം നമ്മൾ അറിയരുത്, കാൽവറി ക്രൂശിന്റെ മഹത്വം നമ്മൾ അറിയരുത്, നമ്മളെ വീണ്ടെടുത്ത പദ്ധതിയും നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷാ പദ്ധതിയും നമ്മൾ അറിയാതിരിക്കണം. മത്തായി 24:14 പറയുന്നത്, ഈ രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികളിലും എത്തണം. രാജ്യത്തിന്റെ സുവിശേഷം അത്, അല്ലാതെ കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെടുന്ന സുവിശേഷമല്ല. അവർക്ക് കൊടുത്തിരിക്കുന്ന സ്വർഗരാജ്യത്തിന്റെ സുവിശേഷമാണ്. അതാ ചിതറിപ്പോയിരിക്കുന്ന യഹൂദനിലെല്ലാം എത്തണമെന്നുള്ള ദൈവിക പദ്ധതിയാണ്. ഇവിടെ മത്തായിയുടെ സുവിശേഷം ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് കാണിച്ചോട്ടെ. മത്തായിയുടെ സുവിശേഷം 28-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം, അവർക്ക് കൊടുത്തിരിക്കുന്ന ഗ്രേറ്റ് കമ്മീഷൻ കൊടുത്തിരിക്കുന്ന 28 19, 20, 28-ന്റെ 19, 20 അവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലയോ? നിങ്ങൾ സൂക്ഷിച്ചു കാണണേ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും. ഇത് കണ്ടില്ല, ഇവിടെ സകല ജാതികളെയും എന്നാക്കി തീർത്തിരിക്കുക. ഒരു ജാതികളെയും രക്ഷിക്കാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. ഈ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവെന്ന് പരിഭാഷയിൽ കൂടി ഭയങ്കര തന്ത്രപരമായിട്ട് ഇതിന്റെയൊക്കെ പുറകിൽ ഭയങ്കര ഡോക്ടറിനൽ അജണ്ട സാത്താനുണ്ട്. അങ്ങനെ ഇതിനെ തെറ്റിച്ച് കളഞ്ഞിരിക്കുന്ന ഒരു ഭയങ്കര ക്രൈമായി ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കണ്ടില്ല, ഇംഗ്ലീഷിൽ നോക്കിയേ, ഓൾ തിങ്സ്, ഇംഗ്ലീഷിൽ എൻ്റെ 19-ാമത്തെ വാക്യത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. കണ്ട, ഗോ യി therefore and teach all nations. ഇവിടെ കണ്ടില്ല, ആൻഡ് ടീച്ച് ഓൾ നേഷൻസ്. ഇവിടെ എല്ലാ രാജ്യത്തും പോയി ഈ സുവിശേഷം പറയാനാ പറഞ്ഞത്. ആക്ച്വലി ഈ നേഷൻസ് എന്നുള്ളതും ഒറിജിനൽ ഗ്രീക്കിലെ ഭാഷ എന്ന് പറയുന്നത് എത്തനെ എന്ന് പറയുന്ന ഒരു വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ നേഷൻസ് അല്ല, ആക്ച്വലി ഇത് നമ്മൾ ജാതികളാക്കി. നേഷൻസിനെ നമ്മൾ അതിനെക്കാട്ടിൽ ഗ്രേറ്റ് ആയിട്ട് ജാതികളാക്കി. അങ്ങനെ ജാതികളായ നമ്മളോടൊക്കെ ഇത് പറഞ്ഞു എന്ന് വരുത്തി തീർത്തിരിക്കുക. നമ്മളോട് പറഞ്ഞ കാര്യമല്ല, ഇത് നമ്മുടെ പദ്ധതിയുമല്ല. ഇത് യഹൂദനോട് പറഞ്ഞിരിക്കുന്ന കാര്യവും അവർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതുമാണ്. ഇത് നേഷൻസ് എന്ന് പറയുന്ന ഉലകത്തിലുള്ള എല്ലാ ദേശത്തും പോയി ഈ സുവിശേഷം അറിയിക്കാനാണ് പറഞ്ഞത്. സ്പെസിഫിക്കലി അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് എത്തനെ, ETHNE, എത്തനെ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ്. ആ എത്തനെ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരേ വർണ്ണം, ഒരേ വർഗം, ഒരേ ജാതി, ഒരേ മതം, ഒരേ കൾച്ചർ, മനസ്സിലായോ, ഒരേ രീതികൾ ഉള്ള ആൾക്കാരെയാണ് എത്തനെ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. എത്തനിസിറ്റി, എത്തനിക് ഗ്രൂപ്പ്, ഇന്ത്യൻ എത്തനിക്, ചൈനീസ് എത്തനിക്, ആഫ്രിക്കൻ എത്തനിക് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത് എത്തനെ എന്ന് പറയുന്നുണ്ട്. അല്ല ഉലകത്തിലുള്ള സകല മനുഷ്യരുടെയും കാര്യമല്ല ആ എത്തനെ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ഒരു ചെറിയൊരു കട്ടിങ് കാണിക്കാം വിക്കിപീഡിയയിൽ നിന്നെടുത്ത്. ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, ഇതിൽ ഇൻ ദിസ് എത്തനെ, ഈ എത്തനയുടെ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈസ് ഡിഫൈൻഡ് ആസ് എ ബോഡി ഓഫ് പേഴ്സൺസ് യുണൈറ്റഡ് ബൈ കിൻഷിപ്പ്. കണ്ടില്ലോ, അതായത് ഒരു ഗ്രൂപ്പ് ആൾക്കാർ, കിൻഷിപ്പ്, അവരുടെ ആ ഒരു ചാർച്ചക്കാര്, അവരുടെ ആൾക്കാർ, ജാതി, മത, വർണ്ണ, വർഗ ഒരുപോലെ ഇരിക്കുന്ന ആൾക്കാർ, ഒരേ ഉപദേശം, ഒരേ കൾച്ചറുള്ള ആൾക്കാർ, പേഴ്സൺസ് യുണൈറ്റഡ് ബൈ കിൻഷിപ്പ്, കൾച്ചർ, കോമൺ ട്രഡീഷൻസ്, നേഷൻ, പീപ്പിൾ. മനസ്സിലായോ? ഇതാണ് എത്തനെ എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ എത്തനെ എന്നുള്ളൊരു വാക്കിനെയാണ് ഇംഗ്ലീഷിൽ നേഷൻസ് എന്നാക്കി നമ്മൾ കടത്തി വെട്ടി നമ്മളങ്ങ് ജാതികളാക്കി, അത് നമ്മുടേതാക്കി മാറ്റി. അങ്ങനെയാണ് ഈ മത്തായിയുടെ സുവിശേഷത്തിൽ 24-ലും 28-ലും ഒക്കെ നമ്മളെ ജാതികളെ സുവിശേഷം അറിയിക്കാൻ പോയി, സകല ജാതികളെയും സുവിശേഷം അറിയിക്കാനൊക്കെ വന്നത്. ഒക്കെയും പ്രമാണിപ്പാൻ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും, ഇങ്ങനൊരു വാക്ക് അവിടെ ആക്ച്വലി ഉള്ളതല്ല. യഹൂദനോട് പോയി പറഞ്ഞിരുന്ന ആ ഉപദേശത്തെ നമ്മുടെ ഉപദേശമാക്കി ഇവിടെ മാറ്റിയിരിക്കുക. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വലിയ മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊരു ഭയങ്കര അക്രമമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് ഇതിൽ സാത്താൻ തെറ്റിച്ച് കളഞ്ഞിരിക്കുന്നത്. ഇതൊരു സാത്താന്യ തന്ത്രമാണ് ഇവിടെ നടന്നിരിക്കുന്നത്.
സി, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന് പറഞ്ഞ അതുല്യമായ ദൈവിക ആ, ദൈവിക ആ, ലോകത്തിലെ മിനിസ്ട്രിയുടെ അക്കൗണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇന്ന് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അതിലൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഇന്ന് നിങ്ങൾ ആ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിലെ സുവിശേഷമാണ് നിങ്ങളുടെ രക്ഷയുടെ സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നറുക്കെടുപ്പ് കഴിഞ്ഞു പോയ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നതിന് തുല്യമാണ്. അത് യഹൂദന് കൊടുത്തിരുന്ന പദ്ധതി. അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കർത്താവിന്റെ കാൽവറിയിൽ കർത്താവ് തോളോട് തല ചായ്ച്ച് മരിക്കുന്ന രംഗം വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെന്നുണ്ടെങ്കിൽ നമ്മുടെ രക്ഷാ പദ്ധതി അതിൽ പറഞ്ഞിട്ടില്ല. അതിലല്ല നാം രക്ഷിക്കപ്പെടുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനാണ് നിങ്ങളുടെ സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നറുക്കെടുപ്പ് കഴിഞ്ഞു പോയ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നതിന് തുല്യമാണ്. ഇന്ന് അതാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതാണ് നമ്മുടെ ഗ്രേറ്റ് കമ്മീഷനായിട്ട് ക്രിസ്തൻഡം ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ക്രിസ്ത്യാനിയായത് ഇതിലൂടെ ഒന്നുമല്ല. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം ഞാനൊന്ന് കാണിക്കാം. എഫേസ്യർ 2:13 അവിടെ പറയുന്നത് കണ്ടില്ലയോ? മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ, ഞാൻ മുമ്പേ കാണിച്ചൊരു ഭാഗമുണ്ടല്ലോ, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തിരുന്നവരും എന്ന് പറഞ്ഞ്, അങ്ങനെ നിങ്ങൾ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു. നിങ്ങൾ ഇന്ന് ഈ ഒരു വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നത് മത്തായി, മർക്കോസ് കൊണ്ടല്ല, കർത്താവിന്റെ രക്തത്താൽ, ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങൾ സമീപസ്ഥരായി തീർന്നിരിക്കുക. ഇതിലൂടെയാണ് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. ഇത് ഒരു മത്തായിലും പറഞ്ഞിട്ടില്ല. ഇത് വെളിപ്പെടുത്തിയിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസിൽ കൂടിയാണ്. തന്നിൽ കൂടി എഴുതിയിരിക്കുന്ന 13 ലേഖനങ്ങളിൽ കൂടിയാണ്. റോമാ ലേഖനം അതുകൊണ്ട് ക്രിസ്ത്യാനിയുടെ ഫൗണ്ടേഷണൽ ഡോക്ട്രിൻ എന്ന് പറയാൻ കാര്യം അതിൽ ആണ് ഈ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ പറയുന്നത് കണ്ടോ, യേശു ക്രിസ്തുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ, ബട്ട് നൗ ഇൻ ക്രൈസ്റ്റ് ജീസസ് ye who sometimes were far off are made nigh by the blood of Christ. ഇതാ നമ്മുടെ സുവിശേഷം എന്ന് പറയുന്നത്. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം ഒന്ന് കാണിക്കാം. റോമാലേഖനം 3-ാം അധ്യായം 25-ാം വാക്യം അവിടെ പറയാണ്, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇന്ന് ആരെങ്കിലും ഇതിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ രക്ഷിക്കപ്പെടുകയാണ്. എനിക്കും നിങ്ങൾക്കും ഇതിനോട് അടുക്കാൻ കഴിയാത്തവണ്ണം നമ്മൾ അകന്നു പോയിരുന്നവരാ. ദൈവം തന്നെ പറഞ്ഞിരുന്ന, ജാതികളുടെ അടുക്കൽ പോകരുത്, ശമര്യരുടെ പട്ടണത്തിൽ കടക്കരുത്. അങ്ങനെ പറഞ്ഞിരുന്ന നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയത് അവന്റെ രക്തം മൂലം, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ. ഇതാ നമ്മുടെ സുവിശേഷം. നമ്മുടെ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങളാണ്. അവിടെ പറയാണ്, ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ, ലോകത്തിന്റെ പാപത്തെ പിതാവായ ദൈവം കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയിലൂടെ പാപിയായിരുന്ന എന്നെ നിന്നെയും ആ കാൽവറിയിലെ രക്തത്തിൽ കൂടി യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഞാനും നിങ്ങളും ഈ വചനമാ ലോകത്തെ അറിയിക്കേണ്ടുന്നത്. ഇതാണ് നമ്മുടെ ഗ്രേറ്റ് കമ്മീഷൻ. അടുത്ത വാക്യം, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി, now then we are ambassadors of Christ. ആ യേശു ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. കാര്യം ക്രിസ്തു ഇന്ന് ലോകത്തിലില്ല, മഹത്വത്തിന്റെ മഹിമയിലായിരിക്കുക. ആ ഉത്തരവാദിത്വം എന്നെ നിങ്ങളെ മേൽപ്പിച്ചിരിക്കുക. സ്വർഗത്തിന്റെ അംബാസഡേഴ്സ് ആയിട്ട് ഈ സുവിശേഷം നാം ലോകത്തെ അറിയിക്കണം. ഇതാ നമ്മുടെ ഗ്രേറ്റ് കമ്മീഷൻ. അതിന്റെ അവസാനത്തെ ലൈൻ കണ്ടോ, അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. ദിസ് ഈസ് അവർ ഗ്രേറ്റ് കമ്മീഷൻ. ഇതിനെ കംപ്ലീറ്റ് വിട്ടുകളഞ്ഞിട്ട് നമ്മുടെ രക്ഷാമാർഗം എന്താണെന്ന് അറിയാതെ ജനത്തെ വെള്ളത്തിൽ മുക്കി രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് തെറ്റിൽ മുക്കി നിർത്തിയിരിക്കുക. അതിന്റെ എല്ലാം മുന്നിൽ നിൽക്കുന്നത് ഈ ജലസ്നാനം എന്ന് പറയുന്ന ഉപദേശത്തിൽ കണ്ണുമടച്ച് വിശ്വസിച്ചിരിക്കുന്നു. എന്തിനാണ്, ആരാണ്, ആർക്ക് കൊടുത്തതാണ്, എന്താണ് അതിന്റെ പർപ്പസ്? ജലത്തിൽ മുക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മാനസാന്തരമാണ് ഉണ്ടാകുന്നത്? എന്ത് മാനസാന്തരത്തിൽ കൂടെ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്? ഒരു കൂട്ടർ പറയാറുണ്ട്, ഞങ്ങൾ സ്നാനപ്പെടുത്തുന്നത് രക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടല്ല എന്ന്. രക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ പറ്റത്തില്ല. 2-ാം അധ്യായം ഇത് അതിനു വേണ്ടിയിട്ടാണ് കൊടുത്തിരുന്നത്. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് നിങ്ങൾ തടി തപ്പാനായിട്ട് അങ്ങനെ പലതും പറയും. ഇവിടെ കണ്ടില്ലേ, ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഇതിനാ സ്നാനം കൊടുത്തിരുന്നത്. നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് നിങ്ങൾ തടി തപ്പാനായിട്ട് വേറെ പലതും പറയും.
നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് ഫോർ ദ റെമിഷൻ ഓഫ് യുവർ സിൻ. കണ്ടില്ലയോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, റീപെന്റ് ആൻഡ് ബി ബാപ്റ്റൈസ്ഡ് എവരിവൺ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ദ റെമിഷൻ ഓഫ് യുവർ സിൻസ്. ഇതിൽ കൂടെ ആയിരുന്നു പാപം മോചിച്ചിരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറഞ്ഞത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. കറക്റ്റാണ്. അവരോട് ആ കാലഘട്ടത്തിൽ അവരുടെ പദ്ധതി ഭാഗമായി ദൈവം കൊടുത്തിരുന്ന ഉപദേശമാണ്. എന്നാൽ ഇന്ന് അതല്ല നമ്മുടെ ഉപദേശം. ഇന്ന് നാം രക്ഷിക്കപ്പെടുന്നത് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലൂടെ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയിലെ വിശ്വാസത്തിലാണ്. നാം കർത്താവ് ചെയ്ത നീതി പ്രവൃത്തി നമ്മുടെ നീതി പ്രവൃത്തിയായി മാറുക. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഞാനും നിങ്ങളും രക്ഷിക്കപ്പെടേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. എന്തിന്? നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. ഞാനും നിങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി ചെയ്ത ആ മരണ അടക്ക പുനരുദ്ധാനത്തിന് പങ്കാളികളായി തീരുക. അവന്റെ നീതി നമ്മുടെ നീതിയായി കണക്കിടുക. ദിസ് ഈസ് കോൾഡ് ഇംപ്യൂട്ടഡ് റൈച്ചിയസ്നസ്. ഇതിലാണ് ഇന്ന് ക്രിസ്ത്യാനി രക്ഷിക്കപ്പെടുന്നത്. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ മാർഗം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇതിന്റെ തന്നെ 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം കണ്ടില്ലയോ? 16-ാം വാക്യത്തിൽ പറയുന്നത് കണ്ടോ? ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. കാര്യം ഈ ലോകത്തിൽ വന്ന ക്രിസ്തുവോ, കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ കർത്താവോ, ഈ ലോകത്തിൽ നടന്ന അത്ഭുതങ്ങൾ പ്രവർത്തിച്ച കർത്താവിനെയോ അല്ല. മരണ പുനരുദ്ധാനത്തിന് ശേഷം സ്വർഗത്തിൽ നിന്നും വെളിപ്പെടുത്തിയ സ്വർഗീയ പദ്ധതി പൗലോസ് അപ്പോസ്തലനോട് വെളിപ്പെടുത്തി എന്നെയും നിങ്ങളെയും ആ കാൽവറിയിലൂടെ രക്ഷിച്ച കർത്താവിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ലോകത്തിലെ ഒരു കാര്യത്തിലും അല്ല നാം ഇന്ന് രക്ഷിക്കപ്പെടുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ കൂടെ പറഞ്ഞിരിക്കുന്ന കാര്യം താങ്കളോട് പറഞ്ഞ കാര്യമേ അല്ല. അത് യേഹൂദിനോട് പറഞ്ഞിരിക്കുന്ന അവരുടെ പദ്ധതി വേറെയാണ്, അവരുടെ വിളി വേറെയാണ്. സ്വർഗരാജ്യം എന്ന് പറയുന്ന ദൈവിക പദ്ധതി വേറെയാണ്. അതിന് കൊടുത്തിരുന്ന ഉപദേശമാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. 12 അപ്പോസ്തലന്മാർക്ക് അത് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അവർക്ക് പൗലോസ് പറഞ്ഞത് മാതിരി എന്നെ സ്നാനം കഴിപ്പിപ്പാൻ അല്ല അയച്ചതെന്ന് പറയാൻ പറ്റത്തില്ല. അവരെ സ്നാനം കഴിപ്പിപ്പാൻ തന്നെ അയച്ചത്. കാര്യം അവരുടെ പദ്ധതി അതാ. പക്ഷെ അവർ ചെയ്യുന്നത് അവരുടെ ജനത്തെയാണ്, അവരെ സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുക്കാനാണ്, കർത്താവിന്റെ 2-ാം വരവിന് വേണ്ടി ഒരുക്കാനാണ്. അല്ലാതെ നമ്മെ പോലെ റാപ്ചറിന് വേണ്ടി ഒരുക്കുകയും സ്വർഗത്തിൽ നിത്യം വസിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതിയുടെ വിളി അല്ല അവരുടെ വിളി. ക്രിസ്ത്യാനിറ്റി വേറെയാണ്, യഹൂദിയ വിശ്വാസം വേറെയാണ്. അത് പഠിക്കുവാനും അത് മറ്റുള്ളവര് പഠിച്ചവര് ഇത് പറഞ്ഞു തരുമ്പോൾ അത് ഉൾക്കൊള്ളുവാനും നിങ്ങൾ ഉത്സാഹിക്കുവാൻ ഞാൻ നിങ്ങളെ വിനീതമായിട്ട് ഓർപ്പിക്കുക. മത്തായി 28-ലോ മർക്കോസ് 16-ലോ അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ 2:38-ലോ ഒന്നുമല്ല നിങ്ങളുടെ ഗ്രേറ്റ് കമ്മീഷൻ. അതല്ല നമ്മുടെ ഉപദേശം. അത് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും കർത്താവിന്റെ ക്രൂസിനോട് നന്ദി പറയുവാനും, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സുവിശേഷം ആഴമായി വിശ്വസിക്കുവാനും മനസ്സിലാക്കുവാനും ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ, ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ.